ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ലക്ഷ്യങ്ങളിലെത്താനും സഹായിക്കും. എന്തുകൊണ്ട് പ്ലാൻ ചെയ്യണം? പ്ലാനില്ലാതെ പ്രവർത്തിച്ചാൽ സമയം പാഴാകുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ സമയം നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരാൻ പ്ലാനിംഗ് അത്യാവശ്യമാണ്. ദിവസം പ്ലാൻ ചെയ്യാനുള്ള 5 പ്രധാന ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാം ഘട്ടം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. ഈ ആഴ്ചയിലെ അല്ലെങ്കിൽ മാസത്തിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഓർമ്മിക്കുക. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇന്നെന്ത് ചെയ്യണം? രണ്ടാം ഘട്ടം, ചെയ്യാനുള്ള ജോലികൾ ലിസ്റ്റ് ചെയ്യുക. മനസ്സിലുള്ളതോ ഓർമ്മയിൽ വരുന്നതോ ആയ എല്ലാ കാര്യങ്ങളും ഒരു കടലാസിലോ നോട്ട്ബുക്കിലോ എഴുതിവെക്കുക. മൂന്നാം ഘട്ടം, ബിഗ് 3 അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ജോലികൾ തിരഞ്ഞെടുക്കുക. ഈ 3 കാര്യങ്ങൾ ഇന്ന് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണമത്. അടുത്ത 10 മിനിറ്റ്. നാലാം ഘട്ടം, ടൈം ബ്ലോക്കിംഗ്, ഷെഡ്യൂളിംഗ്. നമ്മൾ തിരഞ്ഞെടുത്ത ജോലികൾ ചെയ്യാൻ ഒരു ദിവസം കൃത്യമായ സമയം കണ്ടെത്തണം. ഓരോ ജോലിക്ക് എത്ര സമയം വേണം എന്ന് കണക്കാക്കുക. എന്നിട്ട് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഉന്മേഷമുള്ള സമയം ഏതാണോ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്ക് ഡീപ് വർക്ക് സമയം നീക്കിവെക്കുക. ഉദാഹരണത്തിന്, രാവിലെ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമുണ്ടെങ്കിൽ ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്കായി ഉപയോഗിക്കുക. ഇമെയിൽ പരിശോധിക്കൽ, കോളുകൾ ചെയ്യൽ പോലുള്ള ചെറിയ ജോലികൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ബാച്ചിംഗ് ഒരു പ്രത്യേക സമയം മാത്രം അതിനായി നീക്കിവെക്കുക. അതുപോലെ ഇടവേളകൾ എടുക്കാനും ലഞ്ച് കഴിക്കാനും സമയം ഷെഡ്യൂൾ ചെയ്യുക. അഞ്ചാം ഘട്ടം, ഫ്ലെക്സിബിലിറ്റി നിലനിർത്തുക. നമ്മുടെ പ്ലാൻ 100% കൃത്യമായി എല്ലാ ദിവസവും നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അവസാനമായി, അടുത്ത ദിവസത്തെ പ്ലാനിങ്ങിനായി രാത്രി ഒരു ചെറിയ സമയം ചെലവഴിക്കുക. അടുത്ത ദിവസം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തി കിടന്നാൽ രാവിലെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിങ്ങൾക്ക് ദിവസം തുടങ്ങാം. അടുത്ത 10 മിനിറ്റ്. ഇന്നത്തെ വീഡിയോയുടെ സംഗ്രഹത്തിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ: 1. ലക്ഷ്യം നിർണ്ണയിക്കുക. 2. ജോലികൾ ലിസ്റ്റ് ചെയ്യുക. 3. ബിഗ് 3 തിരഞ്ഞെടുക്കുക. 4. ടൈം ബ്ലോക്കിംഗ് ചെയ്യുക. 5. ഫ്ലെക്സിബിൾ ആയിരിക്കുക. ഈ രീതികൾ നിങ്ങളുടെ ദിനചര്യയിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ചില പ്രായോഗിക ടിപ്പുകൾ. ദിവസേന 5 മിനിറ്റ് മാത്രം പ്ലാനിങ്ങിനായി മാറ്റിവെക്കുക. പ്ലാനിംഗ് ഒരു ശീലമാക്കുക. സ്ഥിരതയോടെ ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സംതൃപ്തി വളരെ വലുതായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്ലാനിംഗ് ടിപ്പ് എന്താണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ പ്രൊഡക്ടിവിറ്റി ടിപ്പുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.